അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമളാനിന്റെ ആമുഖമായ റജബ് മാസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞ്, ഷാബാൻ മാസവും നമ്മിൽ നിന്ന് വിട പറഞ്ഞ്, ഇതാ ഇൻഷാ അല്ലാഹ് നാളെ സൂര്യൻ അസ്തമിച്ചത് മുതൽ അസ്തമിച്ച് നമ്മൾ ആ ഒരു സമയത്ത് മാസം കണ്ടു കഴിഞ്ഞാൽ വിശുദ്ധമായ റമളാൻ മാസത്തിലെ ആദ്യത്തെ നോമ്പ് മറ്റന്നാൾ അഥവാ ഞായറാഴ്ചയായിരിക്കും. ഇനി മാസം കണ്ടിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ചയായിരിക്കും. ഏതായാലും നമ്മൾ ഏറെ കാത്തിരുന്ന ആഗ്രഹിച്ചിരുന്ന വിശുദ്ധമായ റമദാൻ ഇതാ നമ്മുടെ വക്കിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ ഏറ്റവും ഒരു തയ്യാറെടുക്കേണ്ട സമയമാണ്. നമ്മൾ നനച്ചുകുളി എന്ന പേരിൽ നമ്മുടെ വീട് പരിസരം അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു റമദാനിലേക്ക് നമ്മുടെ മനസ്സിനെ കൽബിനെ ഒന്ന് പാകപ്പെടുത്തുക എന്നുള്ള തരത്തിലേക്കാണ് നമ്മൾ പോവേണ്ടത് എന്നൊരു തീരുമാനവും നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ വിശുദ്ധമായ റമദാൻ മാസം മറ്റുള്ള മാസങ്ങളുടെ നേതാവാണ്, മറ്റുള്ള മാസങ്ങളുടെ രാജാവാണ്, നേതാവാണ് വിശുദ്ധമായ റമദാൻ എന്നുള്ളത്. കാരുണ്യത്തിന്റെ മാസമാണ് റമദാൻ, നരകമോചനത്തിന്റെ മാസമാണ് റമദാൻ, പാപമോചനത്തിന്റെ മാസമാണ് റമദാൻ. അതുപോലെ സദക്കകൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന മാസമാണ് വിശുദ്ധമായ റമദാൻ. വിശുദ്ധമായ അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധമായ ഖുർആനിന്റെ മാസമാണ് വിശുദ്ധമായ റമദാൻ. ഈ ഒരു റമദാൻ മാസത്തിൽ മാത്രം പ്രത്യേകമാക്കപ്പെട്ട നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. ഇവിടെ നമ്മൾ ഏറ്റവും ഉദാത്തമായി നമ്മൾ തീരുമാനം എടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വിശുദ്ധമായ റമദാനിൽ ഒരു ദിവസം പോലും തറാവീഹ് നിസ്കാരം എന്നിൽ നിന്ന് മുടങ്ങൂല, എന്നിൽ നിന്ന് ഒഴിവായി പോകൂല എന്നുള്ള തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. വിശുദ്ധമായ റമദാനിൽ ഒരു സുന്നത്ത് ചെയ്തു കഴിഞ്ഞാൽ ഫർളിന്റെ കൂലിയാണ് ലഭിക്കുന്നത്. എന്നാൽ ഒരു ഫർള് ചെയ്താലോ 70 തവണ ഫർള് ചെയ്തതിന്റെ പ്രതിഫലമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാനിനെ നമ്മൾ നന്നായി മുതലാക്കുക. ഈ വിശുദ്ധമായ റമദാനിൽ എത്താൻ അഥവാ റമദാനിന്റെ തൊട്ടു മുമ്പ് അഥവാ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരണപ്പെട്ടു പോയവർക്ക് ഈ റമദാൻ കിട്ടിയോ? അതുകൊണ്ട് തന്നെ ഇനി അടുത്ത റമദാനിൽ നമുക്ക് ദീർഘായുസ് ഉണ്ടാവുമോ? അതുകൊണ്ട് ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു ആത്മവിചിന്തനം നടത്തിക്കൊണ്ട് ഈ ഒരു വിശുദ്ധമായ റമദാൻ എന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇതിനെ നന്നായി മുതലാക്കും. നന്നായി ഇബാദത്തുകളെ കൊണ്ട്, ദീനിയായ സുഹൃത്തുക്കളെ കൊണ്ട് ഈ വിശുദ്ധമായ റമദാനിനെ ധന്യമാക്കുമെന്നുള്ള ഒരു നല്ല ഒരു തീരുമാനമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിശുദ്ധമായ റമദാനിനെ അള്ളാഹു സ്വാഗതം ചെയ്യാൻ എല്ലാവിധ തൗഫീഖുകളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.